ഇന്ന് ഇവിടെ ആശംസ പറയാനായിട്ട് കടന്നു വന്നിട്ടുള്ള ഏറ്റവും ബഹുമാന്യരായ നമ്മളെ ഈ സദസ്സിലും വേദിയിലുമായിട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം, ഇത് ഞാൻ ഒരു പകരക്കാരിയായിട്ടാണ് ഇവിടെ ഗാന്ധിഭവന്റെ സിഒയും ഈ വാളകം മേഴ്സി ഹോമിന്റെ ഡയറക്ടറുമായിരിക്കുന്ന ശ്രീ വിൻസെന്റ് ഡാനിയലിന്റെ പകരമായിട്ടാണ് ഞാൻ ഇവിടെ. എനിക്കിവിടെ ആരെയും വ്യക്തിപരമായിട്ട് ചെയ്ത കുറച്ച് പേരെ അറിയാം, എന്നാലും ഈ ജനസേവ ഫൗണ്ടേഷന് എനിക്ക് വ്യക്തമായി അറിയില്ലെങ്കിൽ നമ്മളൊക്കെ ഈ ഇങ്ങനൊരു പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മളെല്ലാം ഒരു മനസ്സോടുകൂടി കടന്നു വരുന്നവരാണ്. പണ്ടൊരിക്കല് മദർ തെരേസയോട് ഒരാൾ ചോദിച്ചു, അമ്മേ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്, ഈ പാവങ്ങളെയൊക്കെ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് വയ്ക്കാനായിട്ട് അമ്മയ്ക്ക് എങ്ങനെയാണ് സാധിക്കുന്നത്? അപ്പൊ അമ്മ പറയുകയുണ്ടായി, ഞാൻ എൻ്റെ മുന്നിൽ വരുന്ന എല്ലാവരെയും ദൈവത്തെ പോലെ കരുതുന്നതാണ്. ഇവരുടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ദൈവമുണ്ടതുകൊണ്ടാണ് എനിക്ക് അവരെയൊക്കെ സ്നേഹിക്കാൻ പറ്റുന്നത്. എൻ്റെ പ്രിയമുള്ളവരെ, എനിക്കും നിങ്ങളെപ്പറ്റി നിങ്ങളെ കാണുമ്പോൾ തോന്നുന്ന ഈ ഒരു കാര്യം എൻ്റെ മദർ തെരേസ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ചന്ദ്രനിൽ പാവങ്ങളുണ്ടെങ്കിൽ ഞാൻ അവിടെയും പോകും. നിങ്ങൾ എത്ര ത്യാഗമെടുത്ത് നിങ്ങളുടെയൊക്കെ സ്വന്തം കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് ഈ ഒരു പ്രസ്ഥാനത്തിൽ ഈ പാവപ്പെട്ടവരോടൊപ്പം നമ്മളോടൊപ്പം ഒക്കെ ആയിരിക്കാനായിട്ട് കാണിച്ച വലിയ മനസ്സിനാണ് നന്ദി പറയുക. ഈ ഗാന്ധിഭവൻ എന്ന് പറയുന്ന വലിയൊരു പ്രസ്ഥാനം നിങ്ങൾക്കറിയാൻ വേണ്ട 1500ഓളം അനാഥരായ മനുഷ്യരെ സംരക്ഷിക്കുകയും അതോടൊപ്പം 300ഓളം സ്റ്റാഫും 25ഓളം ബ്രാഞ്ചുകളുള്ള വലിയൊരു ബൃഹത്തായ ഒരു പ്രസ്ഥാനമാണ്. ഏതാണ്ട് ഒരമ്മയിൽ നിന്ന് തുടങ്ങിയതാണ്. ഇന്നിവിടെ കളന്ന് അധ്യക്ഷ പ്രസംഗം ഞാൻ പറഞ്ഞു, ഈ ഒരു ചെറിയ പ്രസ്ഥാനമെന്ന്. ഈ ഒരു ചെറിയ പ്രസ്ഥാനമാണ് നാളെ വലിയൊരു പ്രസ്ഥാനമായി മാറുന്നത്. അത് ഗാന്ധിഭവനിൽ നിന്നുള്ള മാതൃക ഉൾക്കൊണ്ടാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചെയ്യാനായിട്ട് പറ്റും. ആ ഒരൊറ്റ ഒരു മനുഷ്യന്റെ വലിയ ത്യാഗത്തിന്റെ, വലിയൊരു മനസ്സിന്റെ, നമുക്കറിയാം അത് പണവും പ്രതാപവും വിദ്യാഭ്യാസവും ഒന്നുമല്ല. ആ മനുഷ്യന്റെ വലിയ മനസ്സാണ് ഒരമ്മയെ കൊണ്ടുവന്ന് ഒരു ഗാന്ധിഭവൻ എന്ന് പറയുന്ന ഇത്ര വലിയൊരു പ്രസ്ഥാനം ലോകം മുഴുവനും അറിയുന്നു ഒരു പ്രസ്ഥാനമാക്കി വളർത്താനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചത് അദ്ദേഹത്തിന്റെ വലിയൊരു മനസ്സാണ്. ഇവിടെ വന്നിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ പാവങ്ങളെ ചേർത്ത് നിർത്താനുള്ള ഒരു വലിയ മനസ്സ്. നിങ്ങൾക്ക് ആ ഒരു മനസ്സെന്ന് നമ്മളൊക്കെ ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീണ് കഴിഞ്ഞപ്പോൾ നമ്മൾ സ്വന്തം കാര്യം ജീവിക്കാനല്ല, മറ്റുള്ളവനെ കൂടി ചേർത്ത് നിർത്താനുള്ള വലിയൊരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചുകൊണ്ടാണ് ദൈവം നമ്മളെയൊക്കെ ഈ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചത്. അതാണ് എൻ്റെ വിശ്വാസം. അല്ലാതെ നമ്മളെല്ലാവരും നമ്മൾ കുറേ പൈസ ഉണ്ടാക്കി നമ്മൾ ജീവിച്ചു, നമ്മുടെ മക്കൾ, നമ്മുടെ ഭർത്താവ് ഇന്ന് ജീവിക്കുന്നതല്ല. അവനെ കാണാൻ, അവരുടെ പക്കലേക്ക് നമ്മുടെ കണ്ണും കാതും ഒക്കെ നീട്ടി അവരെ കൂടെ സഹായിച്ച് അവരെ കൂടെ ചേർത്ത് നിർത്താനായിട്ട് കഴിയുമ്പോഴാണ് നാളെപ്പറ്റി, നമ്മളെപ്പറ്റി മറ്റുള്ളവർ ഓർക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഓർക്കാനായിട്ട് സാധിക്കാം. നമ്മളൊന്നും ഭൂമിയിൽ എന്നും ജീവിച്ചിരിക്കുന്നവരല്ല. ഒരു പക്ഷെ ഇന്ന് കാണുന്നവരെ പോലെ നമ്മൾ നാളെ കാണില്ല. അപ്പൊ നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് മൺമറഞ്ഞു പോകുമ്പോൾ നമ്മൾ ഈ ഭൂമിയിൽ അവശേഷിച്ച നല്ല ഫലങ്ങളാണ് മറ്റുള്ളവരോട്. ഒരുപക്ഷെ ഞാനെന്ന് പറയുന്ന വ്യക്തി ആരെങ്കിലുമൊക്കെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ ഓർക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ ചെയ്ത ഫലത്തിന്റെ ഫലം കൊണ്ട് മാത്രം. അവരെപ്പോഴെങ്കിലുമൊക്കെ ഓർക്കും. നിങ്ങൾ ഇവിടെ വന്ന് കടന്നുപോയി കഴിയുമ്പോൾ ഇവിടുത്തെ ഓരോ പാവങ്ങളും നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ പേരുകളൊക്കെ ഓർത്ത് വെച്ചില്ലെങ്കിൽ പോലും നിങ്ങളുടെയൊക്കെ മുഖം മനസ്സിൽ നിന്ന് മാറിയില്ല. അത് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യം. എന്നെ ഒരാളെങ്കിലും ഓർക്കുന്നുണ്ടല്ലോ, പ്രാർത്ഥനയിൽ ഒരാളെങ്കിലും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, അതിന് നമുക്ക് സന്തോഷിക്കാം. നിങ്ങളിവിടെ ആയിരിക്കുമ്പോൾ ഇത്ര വലിയ മനസ്സോടുകൂടി, ഇത്ര ത്യാഗത്തോടുകൂടി കടന്നു വന്ന നിങ്ങൾ ഓരോരുത്തരും ഈ വലിയ ഗാന്ധിഭവൻ എന്ന് പറയുന്ന വലിയൊരു പ്രസ്ഥാനത്തോട് ചേർത്ത് വയ്ക്കുന്നു. ഗാന്ധിഭവന്റെ എല്ലാ പ്രവർത്തനങ്ങളോടും, ഇനിയുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും നിങ്ങളും ഉണ്ടായിരിക്കും. നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ വലിയൊരു ശക്തി പകരാനായിട്ട് ഗാന്ധിഭവന്റെ എന്തെങ്കിലുമൊക്കെ പ്രവർത്തനങ്ങൾ കാരണമാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യാം. നിങ്ങൾക്ക് കൂടുതൽ കരുത്തോടുകൂടി, ഒത്തിരി പേർക്കൊന്നും ചെയ്തില്ലെങ്കിലും ഒരാൾക്കെങ്കിലും നമ്മൾ വഴിയായിട്ട്, എൻ്റെ ജീവിതം വഴിയായിട്ട് ഒരാൾക്ക് പ്രകാശം കൊടുക്കാൻ സാധിച്ചാൽ അതിന് എൻ്റെ ജീവിതം ധന്യമായി എന്ന് കരുതാനായിട്ട് ഇവിടെ വന്ന ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവിടെ നിങ്ങൾ ഈ ജനസേവ ഈ ഫൗണ്ടേഷന്റെ ഇന്നിവിടെ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും വളരെ അനുഗ്രഹപ്രദമാവട്ടെ. ഇനിയുള്ള ഓരോ നാടുകളിലും നിങ്ങൾ വളർന്ന് വലിയൊരു പ്രസ്ഥാനമായി അനേക മക്കൾക്ക് ആശ്വാസമായി, സ്നേഹമായി, കരുണയായി, കരുതലായി തീരാനായിട്ട് ഈ ഒരു പ്രസ്ഥാനം കഴിയട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഇന്നത്തെ ഈ പ്രോഗ്രാം ചെയ്തായിരിക്കും.
Member.